നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കന്യക്കൂറിൽപ്പെട്ട ഉത്രം 2, 3, 4 പാദം, അത്തം, ചിത്തിര 1, 2 പാദ നക്ഷത്ര ജാതരുടെ 2026 ജനുവരി മാസത്തെയും ഫെബ്രുവരി മാസത്തെയും ജ്യോതിഷ ഫല സാധ്യതകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ജ്യോതിഷ ഫല സാധ്യതകൾ നമ്മൾ പറയുന്നത് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ചാണ്. ഇതെങ്ങനെയാണ് കന്നിക്കൂറുകാരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ, ഏതൊരു കന്നിക്കൂറുകാരൻ്റെയും ജാതകമനുസരിച്ച് 2026 ജനുവരി മാസത്തിലും ഫെബ്രുവരി മാസത്തിലും അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെ കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക. ചരരാശി ഗ്രഹസ്ഥിതി പറയുമ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതികൾ ശ്രദ്ധിച്ചാൽ, ശനി കണ്ടകശനി ദോഷത്തിലാണ്, 7-ലാണ്. വ്യാഴം 10-ലാണ്. രാഹുർ 6-ലാണ്. കേതുർ 12-ലാണ്. കൂടാതെ സൂര്യചന്ദ്രാദി ഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള സ്തുതിയെയും പരിഗണിക്കുന്നു. ഇത് വെച്ചുകൊണ്ട് നമ്മൾ 2026 ജനുവരി മാസത്തിൽ കന്യക്കൂറുകാരായിട്ടുള്ള ഉത്രം 2, 3, 4 പാദം, അത്തം, ചിത്തിര 1, 2 പാദ നക്ഷത്രയാത്രക്ക് ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് വരാനിടയുള്ളതെന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ, കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജയം, ശത്രു ജയം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടം. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകൾ തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുവാനിടയുണ്ട്. ഏത് കാര്യത്തിനിറങ്ങി തിരിച്ചാലും ആരംഭത്തിലൊരു തടസ്സം ഉണ്ടാകുമെങ്കിലും ക്രമേണ ആ തടസ്സങ്ങൾ മാറി ഗുണഫലത്തിലേക്ക് എത്തിച്ചേരും. പക്ഷെ അതിനായിട്ട് കുറച്ച് അലച്ചിൽ വേണ്ടി വരും. അലച്ചിൽ വർദ്ധിക്കുവാനും അലച്ചിലൂടെ കടന്ന് കാര്യവിജയത്തിലെത്തുവാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോടതി നടപടികളിൽ വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. ബന്ധുക്കളുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാനസിക സ്വസ്ഥത നശിപ്പിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. ഉദ്യോഗ വിഷയത്തിലാണെങ്കിലും വിദ്യാഭ്യാസ വിഷയത്തിലാണെങ്കിലും വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടാനിടയുണ്ടെങ്കിൽ പോലും അതിനായി പരിശ്രമിക്കുമ്പോൾ വേണ്ടിവരുന്ന സാമ്പത്തിക ചിലവുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സാമ്പത്തിക വഞ്ചനയ്ക്കിരയാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ അലോസരങ്ങൾ അല്ലെങ്കിൽ അസൂയാലുക്കളുടെ കുത്തിത്തിരിപ്പുകളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. വളരെ നന്നായി പോയിക്കൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു തൊഴിൽ മേഖല മന്ദഗതിയിലേക്ക് മാറുന്നുവോ എന്നൊരു സംശയം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാറ്റങ്ങൾ, സ്ഥലം മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും തൊഴിൽ മേഖലയിൽ കൊടുക്കണം. തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള നിയമവിരുദ്ധമായ പ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കുകയോ ചെയ്യുകയോ അരുത്. അതുപോലെ തന്നെ കണ്ടകശനി കാലമാണ്. ശനി 7-ലാണെന്ന് പറഞ്ഞു. 7-ലെ ഭാവം അല്ലെങ്കിൽ 7-ാം ഭാവം കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഭാര്യ-ഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ചാണ്. ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ അലോസരങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. മാനസികമായിട്ടുള്ള ദൗർബല്യങ്ങൾ വർദ്ധിക്കുകയും വിവേക ബുദ്ധി അസ്തമിക്കുകയും ചെയ്യപ്പെടുന്നൊരു സമയമാണിത്. അതുകൊണ്ട് തന്നെ വിവേകബുദ്ധി അസ്തമിക്കുന്നിടത്തു നിന്നും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുകയും മാനസികമായിട്ടുള്ള ദൗർബല്യങ്ങൾ നമുക്ക് സ്ഥിരമായിട്ടൊരു ഭാവികാല ജീവിതം നൽകുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ കുടുംബപരമായിട്ടും ദാമ്പത്യപരമായിട്ടുമൊക്കെ കലഹ സാധ്യതകൾ കാണുന്നുണ്ട്. വാഹനം ഉപയോഗിക്കുന്നവരൊക്കെ വളരെ സൂക്ഷിക്കണം. വളരെയേറെ ശ്രദ്ധയോടുകൂടെ വേണം വാഹനം കൈകാര്യം ചെയ്യുവാൻ. ദാമ്പത്യ വിഷയത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ വിവാഹ വിഷയത്തിലും ചില ആരോപണങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമയോഗം ഉണ്ടാകാനിടയുണ്ട്. അതുപോലെ തന്നെ വിദേശങ്ങളിൽ നിന്ന് ചില ശുഭവാർത്തകൾ കേൾക്കുവാനിടയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നടത്തിയാൽ വിദ്യാവിജയം ഉണ്ടാകുന്നതാണ്. അതിൽ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക, അനാവശ്യമായിട്ടുള്ള ദുശ്ശീലങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ വിദ്യാഭ്യാസ വിഷയത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതും ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മനോഗതമറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിലും
മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായങ്ങൾ മറ്റെന്തെങ്കിലും പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന വിധത്തിലുള്ള വാക്കുകൾ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ഉചിതം. ആകെ ഒരു മ്ലാനത, ഒരു അലസതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ശാരീരികമായിട്ട് എന്തെങ്കിലും നീർവീഴ്ച, ജലദോഷ രോഗങ്ങൾ, പകർച്ചവ്യാധി പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ക്ഷതപതനാദി ദുഃഖം എന്ന് പറയും. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വഴുതി വീഴുന്നത് കൊണ്ടുള്ള കാലിൻ്റെ അസ്ഥിക്കുള്ള ഒടിവ്, ചതവുകൾ ഇങ്ങനെയൊക്കെ വന്ന് സംഭവിക്കാനുള്ള സാധ്യതയും ഉള്ളത് കൊണ്ട് വളരെയേറെ ശ്രദ്ധയോടുകൂടെ ജാഗ്രതയോടുകൂടെ വാഹന ഉപയോഗമടക്കം ചെയ്തുകൊണ്ട് പോകണം എന്നുള്ളതാണ് നമുക്ക് ജനുവരി മാസത്തിൽ ഇവരെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഫെബ്രുവരി മാസത്തിൽ എന്താ ഫലം നോക്കാം. ഫെബ്രുവരി മാസത്തെ സംബന്ധിച്ച് കന്യാക്കൂറുകാരായിട്ടുള്ള ഉത്രം 2, 3, 4 പാദം, അത്തം, ചിത്തിര 1, 2 പാദനക്ഷത്രമായവരുടെ ഫലസാധ്യത പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില യാത്രകൾ വേണ്ടി വന്നേക്കാം. ദീർഘദൂര യാത്രകളടക്കം വേണ്ടി വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബസ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വേണ്ടി പല വിട്ടുവീഴ്ചകളും ചെയ്യാൻ നിർബന്ധിതനാകുമെങ്കിലും ചില അവസരങ്ങളിൽ കോപാധിക്യം മൂലം പൊട്ടിത്തെറിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളിൽ കടബാധ്യത ഒരു തലവേദന സൃഷ്ടിക്കാനിടയുണ്ടെങ്കിൽ പോലും അവയൊക്കെ ഒരു പരിധിവരെ കൊടുത്ത് തീർക്കുവാൻ വേണ്ടുന്ന പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. തൊഴിൽ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മേലധികാരികളുമായിട്ടുള്ള ഇടപെടലിൽ അല്പം സംയമനത്തോടുകൂടെയും ശാന്തതയോടുകൂടിയും വിനയത്തോടും കൂടെയൊക്കെ അവരുമായിട്ടൊക്കെ സംസാരിക്കാനൊക്കെ പഠിക്കണം. പുതിയ തൊഴിൽ തേടാനുള്ള ആഗ്രഹം തെറ്റല്ല, പക്ഷേ ഈ കാലഘട്ടത്തിൽ അതിനുവേണ്ടി ശ്രമിച്ചാൽ അതിൽ വിജയിക്കുവാനായിട്ട് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കി വെച്ചുകൊടുക്കുക. കാരണം ശനീശ്വരൻ്റെ ഒരു സ്വാധീനം, അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതിയും തൊഴിൽ തേടി നമ്മളിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റിയൊരു കാലഘട്ടമല്ല. തൊഴിലില്ലാതിരിക്കുന്നവരെ സംബന്ധിച്ച് അവർ തൊഴിൽ തേടുകയാണെങ്കിൽ പോലും അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്ക് ഒരു വരുമാന മാർഗത്തിലുള്ളൊരു തൊഴിലായിരിക്കില്ല ലഭിക്കുക. അല്പ വരുമാന സാധ്യതയായിരിക്കും അവിടെ തെളിയുക. അപ്പോൾ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും ധനശേഖരണ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും കരുതലും ഒക്കെ വേണ്ടി വരുന്ന ഒരു സാഹചര്യമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. എന്നാലും കടബാധ്യതകളൊക്കെ ഏകദേശം കൊടുത്തു തീർക്കാൻ സാധിക്കും. പുതിയ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുവകകൾ കൈവശം വരുന്നതാണ്. ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ പലിശയ്ക്ക് കൊടുപ്പ്, അല്ലെങ്കിൽ നമുക്ക് തരാനുള്ള പൈസയ്ക്ക് പകരം ഇത് കഴിച്ചെടുത്തോളുക, അല്ലെങ്കിൽ നിങ്ങളിത് എടുത്തിട്ട് ഇതിൻ്റെ ബാക്കി കാശ് കൊണ്ട് തന്നാൽ മതി എന്ന് പറയുന്നത് പോലെയൊക്കെയുള്ള രീതിയിൽ വാഹനമോ ഗൃഹോപകരണ വസ്തുക്കളോ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയിട്ടുള്ളവരുമായിട്ടൊരു അകൽച്ച വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എത്രയേറെ ശ്രമിച്ചാലും നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ സാമ്പത്തിക ചിലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അബദ്ധം മൂലം ധനവും നഷ്ടം അല്ലെങ്കിൽ സ്ഥാനനഷ്ടം വരെ സംഭവിക്കാനിടയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷമയും പക്വതയും പ്രദർശിപ്പിക്കേണ്ടുന്ന ഒരു മാസമാണ് 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങൾ. ഇവിടെ നിങ്ങളുടെ ഈ ഒരു മാസങ്ങളിൽ നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ തൊഴിൽ മേഖലയിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും കുടുംബാംഗങ്ങളുടെ ഇടയിലായാലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ തന്ത്രപൂർവം അവഗണിക്കുകയും അതിജീവിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ കൂറുകാരുടെ വിജയം ഇരിക്കുന്നത്. നിങ്ങൾ ക്ഷോഭിച്ച് പൊട്ടിത്തെറിച്ചാൽ അനുകൂലമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ കൂടെ പ്രതികൂലമാകും വാക്കിലെ മൂർച്ച കൊണ്ട്. അപ്പം അത്തരത്തിൽ ഒരു വെട്ടിൽ വീഴാതെ ശ്രദ്ധയോടുകൂടെ അവനവൻ്റെ കാര്യം നേടിയെടുക്കുവാൻ വേണ്ടുന്ന തരത്തിൽ ഒരു വിനയവും സൗമനസ്യവുമൊക്കെ താൽക്കാലികമായിട്ടാണെങ്കിൽ നമ്മൾ മുഖത്ത് വരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ഏത് മേഖലയിൽ നിന്നും നേടിയെടുക്കുവാൻ വേണ്ടുന്ന ഒരു ശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നതാണ്. അതുപോലെ തന്നെ ദീർഘദൂര യാത്രകളൊക്കെ വേണ്ടി വരും. ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം. ഭക്ഷ്യവിഷബാധ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കുവാനുള്ള ശ്രദ്ധയും ജാഗ്രതയും കരുതണം. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കളോ മറ്റുള്ളവരോ ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക വിഷയത്തിൽ പരസ്പരം സഹായം ചെയ്യുമ്പോൾ നമ്മളവരെ സഹായിക്കുന്നത് നമ്മളുടെ കീശയുടെ ധനം അറിഞ്ഞുകൊണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ധനമോ മറ്റെന്തെങ്കിലും രേഖകളോ ഒക്കെ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞോളണം. കാരണം കയ്യിലിരിക്കുന്നത് കൈവിട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കിടന്ന് കരഞ്ഞിട്ടോ ബഹളം വെച്ചിട്ടോ അസഭ്യം പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കന്യാക്കൂറുകാരെ സംബന്ധിച്ച് 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങൾ
ഗുണദോഷ സമ്മിശ്രമായിരിക്കും. അതിൽ കുറച്ച് ഗുണാധിക്യം എന്ന് പറയുന്നത് ജനുവരി മാസത്തിൽ ലഭിച്ചാലും ഫെബ്രുവരി മാസത്തിൽ കഠിനമായിട്ടുള്ള പരിശ്രമങ്ങളിലൂടെ തന്നെയായിരിക്കും ഗുണഫലങ്ങൾ ലഭിക്കുക എന്ന് മനസ്സിലാക്കുക. ദോഷപരിഹാരം: ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. കാക്കയ്ക്ക് എല്ലാം തൈരും കലർത്തി അന്നം ദാനം ചെയ്യുക. ശനിയാഴ്ച ദിവസം അസ്തമയ ശേഷം ശാസ്താവിനെ അല്ലെങ്കിൽ മഹാദേവനെ നീരാജനം സമർപ്പിക്കുകയോ പിൻവിളക്ക് സമർപ്പിക്കുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള വഴിപാടുകൾ നടത്തുക. പറ്റുമെങ്കിൽ രാവിലെ 7-നും 9-നും ഇടയിലുള്ള സമയത്ത് മഹാവിഷ്ണു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അരയാലിനെ 3 തവണ പ്രദക്ഷിണം ചെയ്യുന്നത് നല്ലതായിരിക്കും. ചൊവ്വാഴ്ച ദിവസം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. രക്തപുഷ്പാഞ്ജലി, ഗുരുതിപുഷ്പാഞ്ജലി, കടുംപായസം പോലെയുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. ഏതൊരു മതസ്ഥരാണെങ്കിലും അവരവർ വിശ്വസിക്കുന്ന ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇവയൊക്കെയാണ് നമുക്ക് ജ്യോതിഷപരമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന പരിഹാരങ്ങൾ. ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കേണ്ട കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.